കായംകുളം കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലെ PTA ഭാരവാഹിയും മറ്റൊരാളും ചേർന്നാണ് സ്കൂളിൽ അതിക്രമിച്ചു കയറി പ്രശ്നങ്ങളുണ്ടാക്കിയത്. സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് പ്രസന്നൻ, PTA അംഗം ദിലീപ് എന്നിവർ ചേർന്നാണ് അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കിയത്. അനുമതിയില്ലാതെ ഇവർ അധ്യാപകരുടെ വീഡിയോ പകർത്തി തത്സമയം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. ഞങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ടിരിക്കുകയായിരുന്നു. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നേച്ച് അങ്ങനെ ടീച്ചേഴ്സിൻ്റെ വീഡിയോ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരെ ഓഫീസിൽ വന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ പറയാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ കൊടുത്തില്ല എങ്കിൽ മാത്രം അവർക്ക് AUI പോകാമായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത അധ്യാപകരെ ഇവർ ഭീഷണിപ്പെടുത്തി. രക്ഷകർത്താക്കൾ നേരിട്ടെത്തി ആവശ്യപ്പെടാതെ TC നൽകാനാവില്ലെന്ന് ഹെഡ് മിസ്ട്രസ് അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ അധ്യാപികമാർ മാത്രമുണ്ടായിരുന്ന സമയത്ത് ഓഫീസ് മുറിയിൽ കടന്നുകയറി ജോലി തടസ്സപ്പെടുത്തിയത്. ഇതേ സ്കൂളിലെ ജീവനക്കാരൻ സിറിൽ എസ് മാത്യുവും സംഭവസ്ഥലത്ത് സ്കൂൾ പരിസരത്തുണ്ടായിരുന്നുവെന്ന സൂചനയുണ്ട്. മറ്റ് സ്കൂളുകളിലെ അധ്യാപകരെ മർദ്ദിച്ചതിന്റെ പേരിൽ സിറിൽ എസ് മാത്യുവിനെതിരെ നേരത്തെയും പരാതികൾ വന്നിട്ടുണ്ട്. പല കേസുകളും ഇപ്പോഴും തുടരുകയുമാണ്. എന്നാൽ കായംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.